പഴുത്ത ചക്ക നല്ല ഫ്രഷ് ആയിട്ട് ഒരു വർഷത്തോളം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു 3-4 ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നവർക്ക് ഒരു വർഷത്തോളം നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ പഴുത്ത ചക്ക ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ പറയാതെ തന്നെ അറിയാലോ, കയ്യിലും കത്തിയിലും ഒക്കെ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ ചുള നമുക്ക് ഒന്ന് ഇരിഞ്ഞെടുക്കാം. അപ്പോൾ ചുള ഇരിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ പൂഞ്ഞ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതും കൂടി ആക്കിയിട്ട് വേണം നമ്മളൊന്ന് ഇതിൽ നിന്ന് ഇരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ ചമണിയൊന്നും അങ്ങനെ കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചക്ക ഒരു വർഷത്തോളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മൾ എല്ലാ ചക്കയും ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു സിപ്ലോ കവർ എടുക്കുക. സിപ്ലോ കവറിലെങ്കിൽ സാധാരണ പാക്കറ്റ് ആയി കഴിഞ്ഞാലും മതിയാകും. ഇനി ഓരോ ചക്കേൻ്റെ ചുളയും ഇതുപോലെ ഒന്ന് അടുക്കി വെക്കാം. അപ്പോൾ ഒരുപാട് കൂട്ടത്തോടെ വെക്കുന്നതിനേക്കാളും കുറേശ്ശെ ഒരു പാക്കറ്റിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ ആവശ്യത്തിന് എടുത്തിട്ട് പുറത്ത് വെക്കാനും എളുപ്പമായിരിക്കും. ഇനി ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലോണം ഒന്ന് കളഞ്ഞു കൊടുക്കണം. അപ്പോൾ എയർ ബബിൾസ് ഉണ്ടാകുമ്പോഴാണ് പെട്ടെന്ന് ഇത് മോശമായി പോവുക. ഇനി എയറൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ തെറ്റം നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മടക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ എത്ര പാക്കറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രീസറിൽ ഇതുപോലെ അടുക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കുരുവും അതുപോലെ ആ ചമണിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് ചുള മാത്രമാണ് ഈ ഒരു മെത്തേഡിൽ സൂക്ഷിച്ച് വെക്കുന്നത്. ഇതുപോലെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 1-2 മാസം ചക്ക നല്ല ഫ്രഷ് ആയിട്ട് തന്നെ സൂക്ഷിക്കാൻ പറ്റും. ഇതിൽ നമ്മൾ ചെയ്യുന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെ സിപ്ലോ കവറിലേക്ക് ആ ഒരു കുരുവും ചമണിയും ഒക്കെ മാറ്റിയതിന് ശേഷം ചക്ക കീപ്പ് ചെയ്യുക ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ എയറൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം ഒന്ന് കളയണം. എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ അതൊന്ന് അതിൻ്റെ അറ്റം ഒന്ന് മടക്കിയിട്ട് ഇതുപോലുള്ള ബോട്ടിലുണ്ടെങ്കിൽ ബോട്ടിൽ സൂക്ഷിച്ച് വെക്കാം. ഇതും നമ്മൾ ഫ്രീസറിൽ തന്നെയാണ് വെക്കുന്നത്. ഇനി മൂന്നാമത്തെ മെത്തേഡ് പറയുന്നത് ഒരു ബോട്ടിലെടുത്തിട്ട് ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ചക്കേൻ്റെ ചുള ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് മേലെ ആ ഒരു ടിഷ്യൂ പേപ്പറും കൂടി ഒന്ന് വെക്കുക. അപ്പോൾ എത്ര ലെയർ വേണമെങ്കിലും ഇതിൽ നമുക്കിങ്ങനെ വെക്കാൻ പറ്റും. ടിഷ്യൂ പേപ്പറിൽ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു പറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ടിഷ്യൂ വലിച്ചെടുക്കുകയും ചെയ്യും. ഇനി അടുത്ത മെത്തേഡിൽ നമ്മൾ കാണിക്കുന്നത് ഒരു വർഷത്തോളം സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതിൽ നമ്മളൊരു 1-1.5 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളവരുന്ന സമയത്ത് നമുക്കിത് ഒരു ഇത്തിരി സമയം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ 1.5 ഗ്ലാസ് 1 ഗ്ലാസ് ആവുന്നവരെ വറ്റിച്ചെടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ചക്കേൻ്റെ ചോളം ഇതുപോലുള്ള ഗ്ലാസ് ബോട്ടിൽ ഇട്ട് വെക്കാം. അതുപോലെ തന്നെ നേരത്തെ തിളപ്പിച്ച വെള്ളം നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് വെക്കുക. എന്നിട്ട് മൂടിയിട്ടിട്ട് ഫ്രീസറിൽ നമുക്ക് ഒരു കൊല്ലത്തോളം സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇതിൽ പഞ്ചസാര ലായനിക്ക് പകരം നിങ്ങൾക്ക് തേൻ ഒഴിച്ചിട്ടും വെക്കാം. തേൻ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് വെച്ചാൽ മതി.